السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. أن عائشة رضي الله عنها أم المؤمنين أنها قالت: كان لا يخطئ رسول الله صلى الله عليه وسلم يأتي بيت أبي بكر أحد طرفي النهار إما بكرة وإما عشية. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിത്യമായി വരുമായിരുന്നു. പകലിൻ്റെ രണ്ടു ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നുകിൽ രാവിലെ അതല്ലെങ്കിൽ വൈകുന്നേരം, രണ്ടാലൊരു സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഹത്താ ഇദാ കാനൽ യൗമുല്ലദീ ഉദിന ഫീഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹിജ്റ വൽ ഖുറൂജ് മിൻ മക്കത മിൻ ബൈനി ളഹ്റൈ ഖൗമിഹി. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റക്ക് അനുവാദം നൽകപ്പെട്ട ദിവസമായപ്പോൾ മക്കയിൽ നിന്നും തൻ്റെ ജനതയുടെ ഇടയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള അനുവാദവും സമ്മതവും ലഭിച്ച ദിവസം വന്നപ്പോൾ അതാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹാജിറ ഫീ സഅത്തിൻ കാന ലാ യഅതി ഫീഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നട്ടുച്ച സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഫീ സഅത്തിൻ കാന ലാ യഅതി ഫീഹാ, അത് നബി തങ്ങൾ പൊതുവെ വരാത്ത സമയമാണ്. പറഞ്ഞല്ലോ, പകലിൻ്റെ രണ്ടു ഭാഗങ്ങളിൽ, ഒന്നുകിൽ രാവിലെ അതല്ലെങ്കിൽ വൈകുന്നേരം, അങ്ങനെയാണ് നബി തങ്ങൾ വരാറുള്ളത്. ഇപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു സമയവുമല്ലാത്ത ഒരു അസമയത്താണ് കടന്നു വന്നിട്ടുള്ളത്, നട്ടുച്ച സമയത്താണ്. ഖാലത്ത് ഫലമ്മ റആഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു. മഹദിവർകൾ പറയുന്നു, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കണ്ടപ്പോൾ മഹാനവർകൾ പറഞ്ഞു, മാ ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹി സഅത ഇല്ലാ ലിഅംരിൻ ഹദത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് വന്നത് എന്തോ സംഭവമുണ്ടായിട്ടുണ്ട്, എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് തങ്ങൾ സാധാരണ വരാത്ത ഈ സമയത്ത് വന്നത്. ഖാലത്ത് മഹദിവർകൾ പറയുന്നു, ഫലമ്മ ദഖല തഅഖറ ലഹു അബൂബക്കർ അൻ സരീരിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി സ്ഥാനം മാറിക്കൊടുത്തു കട്ടിലിൽ നിന്ന്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിലിൽ ഇരുന്നു. വലൈസ ഇൻദ അബീ ബക്കർ ഇല്ലാ അന വ ഉഖ്തി അസ്മാ ബിൻതി അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ. വലൈസ ഇൻദ അബീ ബക്കർ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കലില്ല ഞാനും എൻ്റെ സഹോദരി ഉഖ്തി അസ്മാ ബിൻതു അബീ ബക്കർ, എൻ്റെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹായും അല്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപം ഇല്ല, ഞങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു, അഖ്രിജ് അന്നി മൻ ഇൻദക്. അബൂബക്കർ, നിങ്ങളുടെ അടുക്കലുള്ളവരെ എന്നെ തൊട്ട് പുറത്താക്കുക. അഖ്രിജ് അന്നി, എന്നെ തൊട്ട് മാറ്റി നിർത്തൂ, പുറത്താക്കൂ. മൻ ഇൻദക്, നിങ്ങളുടെ സമീപമുള്ളവരെ. ഖാല, അപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹി, അല്ലാഹുവിൻ്റെ ദൂതരെ, ഇന്നമാ ഹുമ ഇബ്നതായ, അവർ രണ്ടുപേരും എൻ്റെ പെൺകുട്ടികളല്ലേ, മക്കളല്ലേ. ഫിദാക അബീ വ ഉമ്മി. അങ്ങനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹായും അതുപോലെ തന്നെ മഹദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹായും അവരല്ലേ, അവരിവിടെ നിന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നാണ്. ഫഖാൽ, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അദിന ലീ ഫിൽ ഖുറൂജ് വൽ ഹിജ്റ. ഇന്നല്ലാഹ ഖദ് അദിന ലീ ഫിൽ ഖുറൂജ് വൽ ഹിജ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മക്കയിൽ നിന്ന് ഹിജ്റ പോകാൻ അനുവാദം തന്നിട്ടുണ്ട്. ഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ കേട്ട മാത്രയിൽ ഫഖാല അബൂബക്കർ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, അസ്സുഹബത യാ റസൂലല്ലാഹ്,
തങ്ങളെ ഞാനും പിറകെ പോന്നോട്ടെ, തങ്ങളോട് കൂട്ടുകൂടിക്കോട്ടെ. ഇവിടെയൊക്കെ മുമ്പ് ചേർത്ത് വായിക്കേണ്ട പല സംഭവങ്ങളും ഉണ്ട്. സ്വഹാബാക്കളൊക്കെ ഹിജ്റ പോകുന്നത് കണ്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഹിജ്റ പോകാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു, അലാ റിസ്ലിക്, നിങ്ങളിപ്പോൾ പോകരുത്, നിൽക്കണം, ഒരുപക്ഷെ ഞാനും ഉണ്ടാകാം, ഞാനും തങ്ങളോടുകൂടെ സഹവസിച്ചേക്കാം, നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷവാനായി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടെ നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി 2 ഒട്ടകങ്ങളെ പ്രത്യേകം സജ്ജമാക്കി തന്റെ കാശ് കൊടുത്ത് മേടിക്കുകയും ചെയ്ത സംഭവമൊക്കെ സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ഉണ്ടല്ലോ. ഇരിക്കട്ടെ. അപ്പൊ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, അസ്സുഹബത്ത് യാ റസൂലല്ലാഹ്, തങ്ങളോട് കൂടെ ഞാനും സഹവസിച്ചോട്ടെ? ഖാല അസ്സുഹബ, അതെ, പോരണം, നിങ്ങളെ സഹവാസം ഉണ്ടാവണം, നിങ്ങൾ പോരണം, നിങ്ങൾക്ക് പോരാം. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫവല്ലാഹി മാ ശഅർതു ഖത്തു ഖബ്ല ദാലിക اليوم أن أحد يبكي من الفرح حتى رأيت أبا بكر يبكي يومئذ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്നേ ദിവസത്തിന്റെ മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഒരാൾ സന്തോഷം മൂലം കരയുമെന്ന്. സങ്കടം മൂലം കരയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ ഒരാൾ സന്തോഷം മൂലം ഒരാൾ കരയുമെന്നുള്ള വിവരം അന്നേ ദിവസത്തിന്റെ മുമ്പ് എനിക്കില്ലായിരുന്നു. ഹത്താ റഅയ്തു അബാ ബക്കറിൻ യബ്കി യൗമഇദിൻ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അന്നേ ദിവസം കരയുന്നത് കണ്ടപ്പോഴല്ലാതെ അപ്പോഴാണ് ഒരാൾ സന്തോഷം കൊണ്ട് കരയും എന്നെനിക്ക് മനസ്സിലായത്. തങ്ങളോടുകൂടെ ഞാൻ പോന്നോട്ടെ, ഹിജ്റ പോന്നോട്ടെ, സഹവസിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു രസകരമായ ഉല്ലാസയാത്രയല്ല, പ്രയാസങ്ങളേറെയുള്ള വളരെ ദുസ്സഹമായൊരു യാത്രയാണ്. ശത്രുക്കളെ കണ്ണുപിടിച്ചുള്ള യാത്ര, വലിയ പ്രയാസമുള്ള യാത്ര. ആ യാത്രയിൽ ഒരു അവസരം കിട്ടിയാൽ ഒരുപക്ഷെ സന്തോഷിക്കാനല്ല നമ്മെപ്പോലത്തവർ മുതിരുക. പക്ഷെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അഭേദ്യമായ വളരെ പരിധിവിട്ട ആ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത സ്നേഹം, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഈ ഉമ്മത്തിൽ അഷ്റഫുൽ ഖൽഖിനെ ഇത്രമേൽ സ്നേഹിച്ച ഒരാളും ഇല്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഈമാനിന് റുജ്ഹാൻ വരാനുള്ള കാരണവും അതാണ്. അപ്പൊ നബി തങ്ങൾ എന്നോടുകൂടെ പോന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കരച്ചിൽ കണ്ടപ്പോഴാണ് സന്തോഷം കൊണ്ട് ഒരാൾ കരയും എന്ന ബോധ്യം എനിക്ക് വന്നത്. അങ്ങനെ മഹാനവറുകൾ പറയുന്നു, ثم قال يا نبي الله, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഹാതൈനി റാഹിലതാനി ഖദ് കുൻതു അഅദതുഹുമാ ലിഹാദാ, നബിയേ, ഈ 2 വാഹനങ്ങൾ, ഈ 2 ഒട്ടകങ്ങൾ ഈ ഒരു ഹിജ്റക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചതായിരുന്നു. തങ്ങൾ അന്ന് എന്നോട് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ എന്റെ കാശ് കൊടുത്ത്, കിതാബുകളിൽ എവിടെയോ ഉണ്ട് 80 ദിർഹമാണെന്ന് തോന്നുന്നു, അത് കൊടുത്ത് മേടിച്ചു വെച്ചതാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? അബ്ദുല്ലാഹിബിനു, അദ്ദേഹം ലബ്സ് നോക്കിയിട്ടില്ല, ഞാനിപ്പോ അങ്ങനെ വായിച്ചതാണ്, അയാളെ കൂലിക്ക് വിളിച്ചു. റജുലൻ മിൻ ബനി ദാഇൽ ബിൻ ബക്കിരി, ആ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അയാളുടെ ഉമ്മ ബനു സഹ്ം ബിൻ അംർ ഗോത്രത്തിൽപ്പെട്ടവളാണ്. അയാൾ മുശ്രിക്കായിരുന്നു. യദുല്ലുഹുമ അല ത്വരീഖ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും വഴി കാണിക്കാൻ വേണ്ടി, അങ്ങനെ വഴി കാണിച്ചുകൊണ്ട് അയാൾ പോയി. വഴി കാണിക്കാനാണ്. ഫദഫഅ ഇലൈഹി റാഹിലതൈഹിമാ, നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും തങ്ങളുടെ 2 വാഹനങ്ങളെ അയാളിലേക്ക് നൽകി. ഫകാനത ഇൻദഹു യർഅഹുമാ ലിമിആദിഹിമാ, ഹിജ്റയുടെ ആ ടൈം വരെ, ആ നിശ്ചിത സമയം വരെ അയാളുടെ അടുക്കലായിരുന്നു ആ 2 ഒട്ടകങ്ങൾ. അയാൾ അതിന് തീറ്റ കൊടുത്തും നോക്കിക്കൊണ്ടും. അവിടെ അയാൾ അബ്ദുല്ലാഹിബിൻ, അയാളെ പേരിന്റെ ഒത്തു വേണമെങ്കിൽ നോക്കി പറയാം, ഞാൻ പെട്ടെന്ന് നോക്കാൻ വിട്ടുപോയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.